ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന അലിഗേഷൻ എന്ന് പറയുന്ന ഒരു റൂളാണ്. അപ്പോൾ ഈ റൂൾ വെച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പല ക്വസ്റ്റ്യൻസും നമുക്ക് സിമ്പിളായിട്ട് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അലിഗേഷൻ, എന്താണ് അലിഗേഷൻ്റെ ബേസ് എന്താണെന്ന് നിങ്ങൾ അറിയണം. അതായത് നിങ്ങളൊക്കെ ചിലപ്പോൾ അലിഗേഷൻ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അലിഗേഷൻ പഠിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു റേഷ്യോ ഒക്കെ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മളെന്താ രണ്ട് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റിൻ്റെ റേഷ്യോ ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ വെയിറ്റിൻ്റെ റേഷ്യോ, അപ്പോൾ നമുക്ക് അലിഗേഷൻ്റെ ബേസ് എന്താണ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ, സോ അപ്പോൾ അലിഗേഷൻ എന്ന് വെച്ചാൽ മിക്സ്ചറിൽ മാത്രമല്ല പല പ്രോബ്ലത്തിലും പല ടോപ്പിക്കിലും നമുക്ക് അലിഗേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ചെയ്യാം. സോ നിങ്ങൾ നോക്കുക എന്താണ് അലിഗേഷൻ എന്ന് വെച്ചാൽ സപ്പോസ് നമുക്ക് ആദ്യം ഇതിൻ്റെ ബേസ് എന്താണെന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു 30 രൂപയുള്ള അതായത് പെർ കെ ജിക്ക് ഒരു കിലോന് 30 രൂപയുള്ള റൈസ് ഉണ്ട്, അതുപോലെ ഒരു കിലോന് 60 രൂപയുള്ള റൈസ് ഉണ്ട്. നമുക്കിത് രണ്ടും മിക്സ് ചെയ്യുന്നു. രണ്ടും വൈറ്റ് കളർ തന്നെയാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കിലോന് റേറ്റ് കുറഞ്ഞിട്ടുള്ള റൈസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതായത് ഇതിൽ നിന്ന് കുറച്ച് റൈസ് എടുക്കുന്നു, അപ്പോൾ എന്തായാലും ഇതിന് രണ്ടും കൂടിയിട്ട് നമ്മൾ 1 കിലോ റൈസ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അപ്പോൾ ഈ ക്വാണ്ടിറ്റി ആയിരിക്കില്ല, അതായത് 30 രൂപ ആയിരിക്കില്ല, 60 രൂപ ആയിരിക്കില്ല പുതിയ റൈസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള റൈസ് ആയിരിക്കും, ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുക. അതായത് നമ്മളിപ്പോൾ ഒരു 50 രൂപേൻ്റെ റൈസ് ഉണ്ടാക്കുന്നു വിചാരിക്കുക, 50 റുപ്പീസ് ഉള്ള റൈസ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ നമ്മുടെ അരിയിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ എക്സ് കെ ജി അരി എടുക്കുന്നു, ഇവിടുന്നാണെങ്കിലോ വൈ കെ ജി റൈസ് എടുക്കുന്നു. അങ്ങനെ രണ്ടും കൂട്ടിയാൽ എന്ത് കിട്ടും, നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഇത്രയും വെയിറ്റ് റൈസ് കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടിന്നും എത്ര ക്വാണ്ടിറ്റി വെയിറ്റ് എടുക്കണം എങ്കിൽ നമുക്ക് 50 റുപ്പീസിൻ്റെ റൈസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിൻ്റെ ബേസിക് നമ്മൾ അലിഗേഷനൊക്കെ മറന്നേക്ക്. നിങ്ങൾ അലിഗേഷൻ അല്ലാണ്ട് നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ആദ്യം. സോ സാധാരണ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, എന്താ എക്സ് കെ ജി ഉള്ള റൈസ് 30 രൂപയാണ്. സോ അതിൻ്റെ ആക്ച്വൽ റേറ്റ് എത്രയായിരിക്കും, ഒരു കിലോന് 30 രൂപയാണ്. 1 കെ ജിക്ക് 30 രൂപ. അങ്ങനെ എക്സ് കെ ജിക്ക് ആണെങ്കിൽ എക്സ് ഇൻറ്റു 30 ആണ്, അല്ലെങ്കിൽ 30x ആണ് നമ്മൾ ആദ്യത്തേൽ നിന്ന് എടുത്ത റൈസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പ്ലസ് നമ്മൾ മിക്സ് ചെയ്യുന്നതല്ലേ, രണ്ടാമത്തേൽ എന്താണ് 1 കെ ജിക്ക് വൈ റുപ്പീസാണ്, സോറി 1 കെ ജിക്ക് 60 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് വൈ കെ ജി എടുത്തു. വൈ കെ ജി റൈസ് എടുത്താൽ എത്രയാണ് ടോട്ടൽ റേറ്റ് വരിക, 60y ആണ് അതിൻ്റെ റേറ്റ് വരിക, 60y. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ നമ്മൾ ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന റൈസിൻ്റെ റേറ്റ് കിട്ടും, റേറ്റ് എത്രയാണെന്ന് കിട്ടും. അതായത് മിക്സ് ചെയ്യുന്ന റൈസ് എത്ര കെ ജി ആണ്, നമുക്ക് 50 റുപ്പീസാണ് വേണ്ടത്. എത്ര കെ ജി ആണ് ഉണ്ടാവുക, എക്സും വൈയും കൂടിയിട്ട് എക്സ് പ്ലസ് വൈ കെ ജി റൈസ് ആണ് ഉണ്ടാവുക. അത്രയും കിലോ റൈസ് ആണ് ഉണ്ടാവുക, അതിന് 50 റുപ്പീസാണ്. സോ നമുക്ക് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്, എക്സിൻ്റെയും വൈൻ്റെയും റേഷ്യോ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് ഇത് ടോട്ടൽ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നമുക്ക് 50x പ്ലസ് 50y എന്ന് കിട്ടും. സോ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് രണ്ടും ഒരു സൈഡിൽ കൊണ്ടുവരുന്നു, 50x മൈനസ് ഇപ്പോഴുള്ള 30x കൊണ്ടുവന്നു. ഇനി ഇവിടെ 60y ഉണ്ട്, മൈനസ് 50y ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ നമുക്ക് കിട്ടുന്ന എന്താണ്, 10y എന്ന് പറയുന്നത് 20x ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ എക്സ് ബൈ വൈ എന്ന് പറയുന്നത് 10/20 അല്ലെങ്കിൽ 1/2 എന്ന് പറയുന്ന റേഷ്യോയിൽ കിട്ടും. അതായത് നമ്മൾ ആദ്യത്തെ എക്സ് എന്ന് പറയുന്ന കെ ജി 1 ക്വാണ്ടിറ്റിയും രണ്ടാമത്തെ എന്ന് പറയുന്നത് 2 ക്വാണ്ടിറ്റിയും എടുക്കണം. ആദ്യത്തേൽ നിന്ന് 1 കിലോ, രണ്ടാമത്തേൽ നിന്ന് 2 കിലോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ 3 കിലോ കിട്ടും. അപ്പോൾ അതിന് 50 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് പകരം മനസ്സിലാക്കുക, നമ്മൾ ഇവിടുന്ന് എക്സ് യൂണിറ്റും, അതായത് ടോട്ടൽ ഇപ്പോൾ നമുക്ക് ഇവിടെ 50 റുപ്പീസിൻ്റെ റൈസാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിൽ ടോട്ടൽ 3 ഒരു പാർട്ട് എന്ന് പറയുന്നത് ആദ്യത്തേൽ നിന്നും 3 2 പാർട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ റൈസും എടുക്കണം നമ്മൾ, എങ്കിൽ മാത്രമേ നമുക്ക് 50 റുപ്പീസിൻ്റെ റൈസ് ഉണ്ടാക്കാൻ പറ്റൂ. അതാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചത്. ഈ വെയിറ്റിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കിട്ടിയത്. വെയിറ്റിൻ്റെ റേഷ്യോ അല്ലേ നമുക്ക് കിട്ടിയത്, അതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ചെയ്യുന്നതിനും പകരം ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ അലിഗേഷൻ എന്ന് പറയാം. ഇത്രയും ചെയ്യുന്നതിന് പകരം ഇതാണ് ശരിക്കും അലിഗേഷൻ്റെ ബേസ് എന്ന് പറയുന്നത്. അലിഗേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്.
ഇത് ചെയ്യുന്നതിന് പകരം ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ അലിഗേഷൻ എന്ന് പറയുക. ഈ സെയിം കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മളിത് ഇങ്ങനെ ഒരു ഡയഗണലായിട്ട് നമ്മളിങ്ങനെ വരക്കും. എന്നിട്ട് ചെയ്യുന്ന എന്താ, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കും. സോ നമ്മൾ ഇവിടെ 60 റുപ്പീസ് ആണുള്ളത്, ഇവിടെ 50 റുപ്പീസ് ആണുള്ളത്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യും. നമ്മൾ 60 നിന്ന് 50 മൈനസ് ചെയ്തു എത്ര കിട്ടും? 10 കിട്ടും. ആ 10 നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ആ 10 നമ്മൾ ഇവിടെ എഴുതി. എത്ര കിട്ടും അപ്പോൾ? 10 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് എന്താണ്? നെക്സ്റ്റ് നമ്മൾ മൈനസ് ചെയ്യുന്ന ഇവിടുന്ന് ഇവിടത്തേക്കാണ് മൈനസ് ചെയ്യുന്നത്. അതായത് നമ്മളിങ്ങനെ ആദ്യം ഇവിടുന്ന് ഇവിടത്തേക്ക് മൈനസ് ചെയ്തു, എന്നിട്ട് ഇവിടെ എഴുതി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇവിടെ എഴുതുന്നു. അതിന് ഡയഗണലായിട്ട് എഴുതുന്നു. അപ്പോൾ എത്ര കിട്ടും നോക്കിയേ? ഡയഗണലായിട്ട് എഴുതുമ്പോൾ നമുക്ക് 20 ആണെന്ന് കിട്ടും. 50 നിന്ന് 30 പോയാൽ 20 ആണ് കിട്ടും. സോ 10ഉം 20ഉം നമുക്കിതാ ഇത് റേഷ്യോൻ്റെ രൂപത്തിൽ എഴുതാം. 10:2 അല്ലെങ്കിൽ 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. അതായത് മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ റൈസിൽ നിന്ന് ഒരു പാർട്ട് നമ്മൾ എടുക്കുന്നു, രണ്ടാമത്തെ റൈസിൽ നിന്നും 2 പാർട്ട്. അതിന് നേരെ താഴെയുള്ള വാല്യൂ നോക്കിയാൽ മതി. ഇതിന് നേരെ മേലെ ഏതാണ്? ഇതാണുള്ളത്. അപ്പോൾ അവിടുന്ന് ഒരു പാർട്ടും ഇവിടുന്ന് നേരെ മേലെ അത് 2 പാർട്ടും എടുത്താൽ നമുക്ക് 50 റുപ്പീസിൻ്റെ റൈസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എലിഗേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ നോക്കുക, നമ്മൾ ചെയ്തെന്താ? 60 50 മൈനസ് ചെയ്തു, 60 നിന്ന് 50 മൈനസ് ചെയ്തു. നോക്കി, അങ്ങനെയല്ലേ ഇതാ ഇവിടെ ചെയ്തത്? ഇതാ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിതാ ഇവിടെ എഴുതി. 60 നിന്ന് 50 മൈനസ് ചെയ്തു, നമ്മളിതാ ഇവിടെ എഴുതി. പിന്നെന്താ? 50 നിന്ന് 30 മൈനസ് ചെയ്തു. നോക്കിയേ, 50 നിന്ന് 30 മൈനസ് ചെയ്തു, എന്നിട്ട് ഇവിടെ എഴുതി. അപ്പോൾ ആ സെയിം ചെയ്യുന്ന സംഭവം തന്നെയാണ് നമ്മളിതാ അലിഗേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് അലിഗേഷൻ എന്ന് പറയുന്നത്. അതൊരു റൂളാണ്. ഒരുപാട് ക്വാണ്ടിറ്റി, അതായത് നമ്മൾ എടുക്കുമ്പോൾ എല്ലാം സെയിം എടുക്കണം. ഇപ്പം എന്താ നമ്മളിവിടെ ഒക്കെ എടുത്തത്? എന്താ? റൈസിൻ്റെ വിലയാണ് എടുത്തത്. അപ്പോൾ ആദ്യത്തെ റൈസിൻ്റെ വില, രണ്ടാമത്തെ റൈസിൻ്റെ വില, രണ്ടും കൂട്ടിയിട്ട് പുതിയൊരു സംഭവം ഉണ്ടാക്കുന്നു. അതാണ് പുതിയൊരു റൈസിൻ്റെ വില. എല്ലാം റൈസിൻ്റെ റേറ്റ് ആണ് പറയുന്നത്. അങ്ങനെ റൈസിൻ്റെ റേറ്റ് ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. രണ്ടെണ്ണം കൂടിയിട്ട് മൂന്നാമത്തൊന്ന് ഉണ്ടാക്കുമ്പോൾ ഉള്ള യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം എന്ന് പറയുന്നതാണ് അലിഗേഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഇവിടെ നമ്മൾ റേറ്റ് ആണ് എടുത്തത്. എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ റേറ്റ്, അതിൻ്റെ പ്രൈസാണ് എടുത്തത്. പ്രൈസ് എടുത്തു. അങ്ങനെ പ്രൈസ് അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വെയ്റ്റിൻ്റെ യൂണിറ്റാണ് കിട്ടുന്നത്. വെയ്റ്റിൻ്റെ റേഷ്യോ ആണ് കിട്ടുക. പ്രൈസ് അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വെയ്റ്റിൻ്റെ റേഷ്യോ ആണ് കിട്ടുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം മിക്സ്ചർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം 2 വാല്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയ്റ്റിൻ്റെ റേഷ്യോ കിട്ടും. പക്ഷേ മറ്റു പല ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ടൈം സ്പീഡ് ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സ്പീഡിൻ്റെ വാല്യൂസ് നമ്മൾ അലിഗേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് എന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കണം. ടൈമിൻ്റെ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് അലിഗേഷൻ്റെ ബേസിക് നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രൈസ് അലിഗേഷൻ ചെയ്തു. പ്രൈസ് അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വന്നത് എന്താണ്? വെയ്റ്റിൻ്റെ റേഷ്യോ. അതെന്തുകൊണ്ടാണ് വെയ്റ്റിൻ്റെ റേഷ്യോ വരുന്നത് നോക്കിയേ? പ്രൈസ് ഇൻറ്റു നമ്മുടെ വെയ്റ്റ്, പ്രൈസ് ഇൻറ്റു വെയ്റ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടി. ഇവിടെയും നമ്മൾ പ്രൈസ് ഇൻറ്റു വെയ്റ്റ്. അങ്ങനെ പ്രൈസ് ഇൻറ്റു വെയ്റ്റ് രണ്ടെണ്ണം മിക്സ് ചെയ്യുന്നു. ഇത് പ്രൈസ് ഇൻറ്റു വെയ്റ്റ്, അതായത് നമുക്ക് ടോട്ടൽ റേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ പ്രൈസ് ഇൻറ്റു നമ്മുടെ എത്ര വെയിറ്റ് ഉണ്ട്, പ്രൈസ് ഇൻറ്റു എത്ര വെയിറ്റ് ഉണ്ട്, അത് നമ്മൾ ഇൻറ്റു ചെയ്ത വാല്യൂ ആണ് നമുക്ക് ലാസ്റ്റ് റേഷ്യോ ആയിട്ട് കിട്ടുക. ഓക്കെ, ഇവിടെയും നമ്മൾ പ്രൈസ് ഇൻറ്റു ചെയ്യുന്നു. എന്താ? അതിൻ്റെ വെയിറ്റ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഫൈനൽ റേഷ്യോ എന്ന് പറയുന്നത് വെയിറ്റ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ടൈം സ്പീഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും, അതായത് ഇതൊന്നുകൂടെ നോക്കുക നിങ്ങൾ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം. നമ്മളിതിപ്പോൾ 30, 60, ഇതൊരു 45 റുപ്പീസിൻ്റെ റൈസ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. 45 റുപ്പീസിൻ്റെ റൈസ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് ഏത് ഡയറക്ഷൻ വേണം ഫോളോ ചെയ്യാം. അതായത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്താൽ പിന്നെ ഇങ്ങോട്ട് മൈനസ് ചെയ്യണം. അതല്ല, ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് മൈനസ് ചെയ്താൽ പിന്നെ തിരിച്ചിങ്ങോട്ട് മൈനസ് ചെയ്യണം. ഓക്കെ, അതായത് ആദ്യം നമുക്കിത് നോക്കാം. 60 നിന്ന് 45 പോയി. അപ്പോൾ എന്ത് കിട്ടും? 15 കിട്ടി. എഗെയിൻ പിന്നെ എന്ത് ചെയ്തു? ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് 45 നിന്ന് 30 മൈനസ് ചെയ്തു. 45 നിന്ന് 30 മൈനസ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? 15 കിട്ടി. സോ നമ്മൾ 1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ മിക്സ് ചെയ്യണം. 1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 30ഉം 60ഉം കൂടിയിട്ട് 45 പറയുന്ന റേറ്റുള്ള സാധനം കിട്ടും. ഇതെന്ന് പറയുന്നത് അതിൻ്റെ വെയ്റ്റിൻ്റെ റേഷ്യോ ആണ് കിട്ടുക. ഇനി
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 30, ഇത് 60, നമുക്ക് 45. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെയും ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്തു, ഇവിടെ എഴുതാം -15. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്തിട്ട്, അതായത് തിരിച്ച് ഇവിടുന്ന് ഇങ്ങനെയാണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എഴുതാം 15 കിട്ടും, -15 കിട്ടും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ എന്തായി, മൈനസും മൈനസും ക്യാൻസലായി, വീണ്ടും 1:1. ഓക്കെ, അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 2 ക്വാണ്ടിറ്റി മിക്സ് ചെയ്തിട്ട് മൂന്നാമത്തെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാകുന്നു. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക. അതായത് വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ്സിലെ ബോയ്സിൻ്റെ വെയിറ്റ് മറ്റേ ക്ലാസ്സിലെ ഗേൾസിൻ്റെ വെയിറ്റ് രണ്ടും കൂടിയിട്ട് ആവറേജ് വെയിറ്റ് അതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ മെത്തേഡാണ്. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നമ്മൾ വെറുതെ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾക്കിത് യൂസ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വീണ്ടും ഇതുപോലത്തെ ക്ലാസ്സൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അലിഗേഷൻ ഇതാണ്. എന്താണ് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇവിടെ വെയിറ്റ് നിങ്ങൾക്ക് റേഷ്യോ കിട്ടിയതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അലിഗേഷൻ ഇങ്ങനെയാണ് ചെയ്യുക. ഈ ഡയറക്ഷൻ ഫോളോ ചെയ്യുക കേട്ടോ. ഇവിടുന്ന് ഇവിടത്തേക്ക് മൈനസ് ചെയ്യുക, പിന്നെ ഇങ്ങനെ മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് മൈനസ് ചെയ്യുക. ഡയഗണലായിട്ട് അതിൻ്റെ വാല്യൂ എഴുതുക. ഇവിടെ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് നേരെ ആദ്യത്തെ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്വാണ്ടിറ്റിയാണ്. 1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ എടുത്തു. സോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അലിഗേഷൻ എന്ന് പറയുന്ന ഒരു റൂളാണ്, ഞാൻ പറഞ്ഞു, ഒരു റൂളാണ്, ഒരു മെത്തേഡാണ്. പല ക്വസ്റ്റ്യൻസും നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അലിഗേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ പറയുന്നത് ഇൻ എ മിക്സ്ചർ പി ദർ ഈസ് 40% മിൽക്ക് ആൻഡ് റെസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ അലിഗേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സെയിം ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് ആണെങ്കിൽ പ്രൈസ് അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു മിക്സ്ചർ ഉണ്ട്, വാട്ടറും മിൽക്കും തമ്മിലുള്ള ഒരു മിക്സ്ചർ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ക്വാണ്ടിറ്റി എന്താ, എല്ലാത്തിലും വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി, ആദ്യത്തെ ബീക്കറിലെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി, രണ്ടാമത്തെ ബീക്കറിലെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി, രണ്ടും മിക്സ് ചെയ്തിട്ട് പുതിയ ബീക്കറിലെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി, അങ്ങനെയാണ് നമ്മൾ അലിഗേഷനിൽ എടുക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ ഇൻ മിക്സ്ചർ പി എന്ന് പറയുന്ന മിക്സ്ചറിൽ 40% മിൽക്ക് റെസ്റ്റ് വാട്ടർ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീക്കർ ഉണ്ട്, അതിലെന്തൊക്കെയുണ്ട്, മിൽക്ക് ഉണ്ട്, വാട്ടർ ഉണ്ട്. 40% മിൽക്കാണ്, ബാക്കി 60% വാട്ടറാണ്. അഗെയിൻ അനദർ മിക്സ്ചർ ക്യൂ എന്ന് പറയുന്ന മിക്സ്ചറിൽ നോക്കിയേ, ക്യൂ എന്ന് പറയുന്ന മിക്സ്ചറിൽ എന്താണുള്ളത്, മിൽക്ക് ആൻഡ് വാട്ടർ ആണ്. അതിലും മിൽക്കും വാട്ടറാണ്. ഇറ്റ് ഷുഡ് ഇൻ വാട്ട് റേഷ്യോ ഷുഡ് ദിസ്, അതായത് അവിടെ എന്താണ് 60% മിൽക്കാണുള്ളത്. ഓക്കെ, 60% മിൽക്കും ബാക്കി 40% വാട്ടറും ആയിരിക്കും. അപ്പോൾ ഇത് ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താൽ, ഞാൻ പറയുന്നു, അതാ നോക്കിയ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, ഇത് ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താൽ പുതിയ ക്വാണ്ടിറ്റി ഉണ്ടാകും. അതായത് പിയും ക്യൂവും നമ്മൾ മിക്സ് ചെയ്യുന്നു ഏതോ ഒരു റേഷ്യോയിൽ, പിയിലുള്ള വാല്യൂ ക്യൂവിലുള്ള വാല്യൂ, ചിലപ്പോൾ പിന്ന് 1/2 ലിറ്റർ ആയിരിക്കും, ക്യൂന്ന് 1 ലിറ്റർ ആയിരിക്കും, അങ്ങനെ മിക്സ് ചെയ്യുന്നു. അപ്പോൾ മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കണം നോക്കിയേ. സോ ദാറ്റ് ഇൻ വാട്ട് റേഷ്യോ ഷുഡ് ദിസ് 2 മിക്സ്ചർ ബി മിക്സ്ഡ് സോ ദാറ്റ് ദ ഫൈനൽ മിക്സ്ചർ കണ്ടെയ്ൻ 55% മിൽക്ക് ആയിരിക്കണം, 55% മിൽക്ക് ആയിരിക്കണം, ബാക്കി 45% വാട്ടർ ആയിരിക്കണം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ അലിഗേഷൻ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യത്തെ ബീക്കറിന് എത്രയാണ്, രണ്ടാമത്തെ ബീക്കറിന് എത്രയാണെന്ന്. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഒക്കെ സെയിം ആയിരിക്കണം. അതായത് ഇവിടുന്ന് നമ്മൾ മിൽക്കിൻ്റെ എടുത്താൽ ഇവിടുന്ന് മിൽക്കിൻ്റെ എടുക്കണം, ഇവിടുന്ന് മിൽക്കിൻ്റെ എടുക്കണം, അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ചെയ്യാം. എല്ലാത്തിനും നമ്മൾ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നു. ആദ്യത്തെ ബീക്കറിൽ നോക്കിയാൽ ടോട്ടൽ 100ൽ എത്രയാണ്, 40 മിൽക്കാണുള്ളത്. അപ്പം അങ്ങനെ എഴുതുക, നമ്മൾ 100ൽ 40 മിൽക്ക് ഉണ്ട്. രണ്ടാമത്തേൽ നോക്കിയാലോ 100ൽ 60 മിൽക്കാണ്, അത് എഴുതണം നമ്മൾ 100ൽ 60 മിൽക്കാണെന്ന് എഴുതണം. ഇനി അത് രണ്ടും മിക്സ് ചെയ്തിട്ട് രണ്ട് മിൽക്കും മിക്സ് ചെയ്തിട്ട് പുതിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ അതിൽ മിൽക്ക് എത്രയാണ്, 100ൽ 55 ആണ്, 100ൽ 55% ആണ്. ഇപ്പോൾ 100ൽ 55% ആണ് മിൽക്ക് ഉള്ളത്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ 3 ക്വാണ്ടിറ്റി എഴുതി നമുക്ക് അലിഗേഷൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആക്കിയാൽ നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റർ 100 100 100 അങ്ങനെ 3ലും ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നു. അതുകൊണ്ടാണ് പലരും പെർസെൻറ്റേജ് അലിഗേഷൻ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 100 എടുക്കാത്തത്. ആക്ച്വലി അവിടെ 100 ഉണ്ട്, 100ൽ എത്ര ശതമാനം, 100ൽ എത്രയാണെന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് 100 ഒക്കെ കോമൺ ആയതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റും. ഇനി ഡയറക്റ്റായി നമുക്ക് അലിഗേഷൻ ചെയ്യാം. ഏത് ഡയറക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാം. സോ ആ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്താൽ മതി. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്ത് കിട്ടും, 5 കിട്ടും. നെക്സ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും, 15 കിട്ടും.
സോ ഇവിടെ എഴുതി 15. സോ ആൻസർ എന്ന് പറയുന്നത് 1:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ആദ്യത്തെ ബീക്കറിൽ നിന്ന് 1 ക്വാണ്ടിറ്റിയും രണ്ടാമത്തെ ബീക്കറിൽ നിന്ന് 3 ക്വാണ്ടിറ്റിയും എടുത്താലാണ് നമുക്ക് 55% മിൽക്ക് ഉണ്ടാവുക. ഓക്കെ, 1:3 എന്ന് പറയുന്ന റേഷ്യോ ആണ് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ നമ്മൾ മിൽക്കിൻ്റെ ഇത് നമ്മൾ എന്താ ചെയ്തത്, മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് എടുത്തത്, മിൽക്കിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതേ സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേ സംഭവം നമുക്ക് വാട്ടറിൻ്റെ ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ നോക്കി. ആദ്യത്തെ 100 ഇത് പി ഉണ്ട്, ക്യൂ ഉണ്ട്. ആദ്യത്തെ ബീക്കറിൽ ടോട്ടൽ 100 ക്വാണ്ടിറ്റിയിൽ വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്, വാട്ടർ എന്ന് പറയുന്നത് 60% അല്ലേ. നോക്കി, ഇനി ഞാനിതാ ഇവിടുന്ന് വാട്ടറിൻ്റെ മാത്രം എടുക്കുന്നു. ഇവിടുത്തെ വാട്ടറും ഇവിടുത്തെ വാട്ടറും ഞാൻ എടുക്കുന്നു. ആദ്യത്തെ ബീക്കറിൽ വാട്ടർ എത്രയുള്ളത്, 60%. സോ 100ൽ 60%, 100ൽ 60/100. രണ്ടാമത്തത് 100ൽ 40 ക്യൂവിൽ. ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 45 ആണ് കിട്ടുന്നത്. 45 ആണ്, 100ൽ 45 കിട്ടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കട്ട് ചെയ്യുന്നു. ഇനി ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്യാം. എത്ര കിട്ടും, 45 15. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്യുന്നു. സോ എന്ത് കിട്ടും, 5 കിട്ടി. 1:3. അപ്പോൾ ഏത് ക്വാണ്ടിറ്റി ചെയ്താലും നമുക്ക് സെയിം റേഷ്യോ ആണ്. ആദ്യത്തെ പി എന്ന് പറയുന്നതിൽ 1 യൂണിറ്റും ക്യൂ എന്ന് പറയുന്നതിൽ 3 യൂണിറ്റുമാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ആൻസർ എ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ പെർസെൻറ്റേജിൻ്റെ രൂപത്തിൽ ചെയ്തു. അടുത്ത ഇതേ സംഭവം നമുക്ക് റേഷ്യോൻ്റെ രൂപത്തിലും ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത നോക്കിയേ. ഇൻ മിക്സ്ചർ പി ദ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ എന്ന് പറയുന്നത് 2:3. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതേ സംഭവം തന്നെയാണ്. ഇതാ ഇത് 2:3 അല്ലേ. ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയതേ ഉള്ളൂ. നേരത്തെ പെർസെൻറ്റേജ് തന്നു, ഇവിടെ റേഷ്യോയിൽ തന്നു. സോ പി എന്ന് പറയുന്നതിൽ എന്താണ്, മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. 2:3 ആണ്. ഇനി ക്യൂ എന്ന് പറയുന്നതിൽ നോക്കിയേ. ക്യൂ എന്ന് പറയുന്നതിൽ നമുക്ക് എന്താണ്, മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ, മിൽക്ക് വാട്ടർ തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. 3:2 ആണ്. ഇനി ഇത് രണ്ടും മിക്സ് ചെയ്യുന്നു. ഇൻ വാട്ട് റേഷ്യോ ഷുഡ് ദിസ് ടു മിക്സ്ഡ് സോ ദാറ്റ് ഫൈനൽ റേഷ്യോ എന്ന് പറയുന്നത് നോക്കിയേ 11:9. നേരത്തെ പറഞ്ഞ പോലെ നോക്കിയേ, ഇതാ ഇവിടെ 11:9 ആ റേഷ്യോയിലേക്ക് മാറുന്നു. നോക്കിയേ, അപ്പോൾ എന്താണ് കിട്ടുക, പുതിയ ബീക്കറിൽ നമുക്ക് മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ 11:9 ആണ്. നേരത്തെ പെർസെൻറ്റേജ് തന്നു, സെയിം സംഭവം നമുക്ക് ഇവിടെ റേഷ്യോയിൽ തന്നു. അപ്പോൾ ഇതും നമുക്ക് അതുപോലെ തന്നെ ഫൈൻഡ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുക, ആദ്യം നമുക്ക് മിൽക്കിൻ്റെ ബേസ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ പോരെ. മിൽക്കിനെ ബേസ് ചെയ്യുന്നു. അതായത് പി എന്ന് പറയുന്ന ബീക്കറുണ്ട്, ക്യൂ എന്ന് പറയുന്ന ബീക്കറുണ്ട്. പിയിലാണെങ്കിൽ നോക്കിയേ, നമ്മൾ എന്താ എടുക്കേണ്ടത്, മിൽക്ക് മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. മിൽക്ക് ഒന്ന് മാത്രം എടുത്താൽ മതി. സെയിം മിൽക്ക് മാത്രം എടുക്കാം. ടോട്ടൽ 5 യൂണിറ്റ് ഉണ്ട് അവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. 5 യൂണിറ്റ് ആണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഉള്ളത്. 5ൽ 2 യൂണിറ്റ് മിൽക്ക് ഉണ്ട്. രണ്ടാമത്തേൽ നോക്കിയാൽ 3:2 ആണ്, അവിടെയും 5 ആണുള്ളത്. 5ൽ 3 യൂണിറ്റ് മിൽക്കാണ്. ഇനി മൂന്നാമത്തെ നോക്കിയേ, അവിടെ എന്താ 11 9 ടോട്ടൽ എത്രയാ, 20 യൂണിറ്റ് ആണുള്ളത്. 20 യൂണിറ്റ് ആണുള്ളത്. അങ്ങനെ 20ൽ എത്രയാണ്, 11 പാർട്ടാണ് മിൽക്ക് ഉള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഡിനോമിനേറ്റർ സെയിം ആയാലാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഇങ്ങനെ മൈനസ് ചെയ്യാം, ഇങ്ങോട്ട് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക. ഫ്രാക്ഷൻസും മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ സെയിം ആക്കുക. അതായത് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ *4 കൊടുത്താൽ 20 ആയി ഡിനോമിനേറ്റർ. അപ്പോൾ മേലെയും 4 കൊടുക്കണം. ഇവിടെയും 4 കൊടുത്താൽ ഡിനോമിനേറ്റർ 20 ആയി. അപ്പോൾ ഇവിടെയും 4 കൊടുക്കാം. ഇനി മൈനസ് ചെയ്യേണ്ടത് എന്താണ് നോക്കിയേ, 8 അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ 12 - 1 11 12. ഡിനോമിനേറ്റർ ഇനി കട്ട് ചെയ്ത് മാറ്റാം, കാരണം 20 20 20. ഇനി എന്താണ് 12 - 11 നമുക്ക് എന്ത് കിട്ടും, 1 ആണ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുക. ഇവിടുന്ന് ഇവിടത്തേക്ക് മൈനസ് ചെയ്തു, 1 കിട്ടി. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഡയറക്ഷൻ മറക്കരുത്. ഇങ്ങനെ മൈനസ് ചെയ്താൽ തിരിച്ച് ഇങ്ങോട്ടാണ് മൈനസ് ചെയ്യേണ്ടതിന്. 11 - എന്താ 8 ആണുള്ളത്. സോ ഇവിടെ 3 ആണ് കിട്ടുക. ഓക്കെ, റേഷ്യോ എന്താ 1:3 ആണ്. അതായത് പി എന്ന് പറയുന്നതിൽ 1 യൂണിറ്റും ക്യൂ എന്ന് പറയുന്നതിൽ 3 യൂണിറ്റും എടുക്കുക. ഇതേ സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. ചെയ്ത് നോക്കുക കേട്ടോ, കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് എലിഗേഷൻ ചെയ്യേണ്ടത്. ഇനി അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടുക, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1:3 ആണ് ആൻസർ കിട്ടുക. സെറ്റല്ലേ, അലിഗേഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്.
നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി നമുക്കൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. ടൈം സ്പീഡ് ഇപ്പോൾ എന്താ, ഞാൻ ഒരു എക്സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഫൈനൽ റേഷ്യോ നിങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റ് കിട്ടിയത്. ഇനി ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ നമ്മൾ 2 ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഫൈനൽ റേഷ്യോ എന്ത് കിട്ടും അത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മിക്സ്ചർ കണ്ടെയ്ൻസ് മിൽക്ക് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ. അപ്പോൾ ഇവിടെ പറയുന്നത് 2 മിക്സ്ചർ നമുക്ക് മിക്സ് ചെയ്യുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഫൈനൽ റേഷ്യോ നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് മിൽക്ക് ഇൻ ദ ഫൈനൽ മിക്സ്ചറിലുള്ള മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി തന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഫസ്റ്റ് മിക്സ്ചർ. ഇഫ് ദ ഫസ്റ്റ് മിക്സ്ചർ കണ്ടെയ്ൻസ് 89% മിൽക്കാണ്. ഫസ്റ്റ് മിക്സ്ചറിൽ 89% മിൽക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് മിൽക്ക് ഇൻ ദ സെക്കൻഡ് മിക്സ്ചറിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, താഴെ നിന്ന് മേലേക്കാണ് വരുന്നത്. നേരത്തേക്ക് നമ്മൾ 2 കമ്പൈൻ ചെയ്ത് 3ാമത്തെ ഒന്നുണ്ടായി, അതിൻ്റെ റേഷ്യോ ഫൈൻഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്താ, 2 റേഷ്യോ തന്നു, കമ്പൈൻ ചെയ്ത വാല്യൂ തന്നു, ഒന്നിലുള്ള വാല്യൂ തന്നു, മറ്റേലുള്ള വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നോക്കിയേ, 2 മിക്സ്ചറാണുള്ളത്, ആദ്യത്തതും രണ്ടാമത്തതും. നമുക്ക് ഫൈനൽ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? ഫൈനൽ റേഷ്യോ രണ്ടും, ആദ്യത്തതും രണ്ടാമത്തെയും മിക്സ്ചർ എന്താ കമ്പൈൻ ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? 5:9 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്യുന്നത്. അത് നമുക്ക് തന്നു. പിന്നെ ഒരു കാര്യം നോക്കിയാൽ, ഇത് 60% ആണ്, 62% ആണ് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കമ്പൈൻ ചെയ്ത മിക്സ്ചറിൽ. അതായത് ഇവിടെ ഒരു മിക്സ്ചറുണ്ട്, ഇവിടെ മിക്സ്ചറുണ്ട്. അപ്പോൾ ഇതിൽ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 62% ആണ്. സോ 62% നമുക്ക് ഈ കമ്പൈൻ ചെയ്ത് കിട്ടണം. അല്ലെങ്കിൽ എന്താ, 62/100 ഇട്ടാൽ മതി. പെർസെൻറ്റേജ് മാറ്റിയാൽ 62/100. ഓക്കെ, 62/100 ഇടുന്നു. അപ്പോൾ ഇനി ആദ്യത്തേൽ എത്രയാണ്? ആദ്യത്തേലും പറഞ്ഞിട്ടുണ്ട് 89% ആണ്. സോ 89/100. ഇനി എല്ലായിടത്തും 100 ചെയ്യാൻ ഉണ്ടല്ലോ, കാരണം ഇത് പെർസെൻറ്റേജാണ് പറയുന്നത്. എന്തായാലും കട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് നമുക്ക് ആ പെർസെൻറ്റേജ് ഒഴിവാക്കാം. 89. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ, ഇവിടുത്തെ വാല്യൂ, ഇവിടെ എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത് എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയിൽ ചോദിച്ച് സെക്കൻഡ് മിക്സ്ചറിൽ എത്ര മിൽക്ക് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ഫൈൻഡ് ചെയ്യാം? സോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ, നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മൾ എലിഗേഷൻ ചെയ്യുമ്പോൾ ഇത് കുറച്ച് താഴേക്ക് മാറ്റാം. എലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്താ, ഇവിടുന്ന് ഇത് മൈനസ് ചെയ്യും, നമ്മളിതാ ഇവിടെ എഴുതും. എത്ര കിട്ടും? ഇത് 27 കിട്ടി. ഇനി എന്ത് ചെയ്യും നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്യും, എന്നിട്ടത് ഇവിടെ എഴുതും. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ കിട്ടിയ 2 വാല്യൂ ഉണ്ടാവും. ഇവിടെ ഒരു വാല്യൂ കിട്ടി, ഇവിടെ ഒരു വാല്യൂ കിട്ടി. അതിനെ നമ്മൾ കോമൺ ടേംസ് കട്ട് ചെയ്ത് റേഷ്യോ ആക്കുന്നതാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, അതായത് ഇവിടെ 2 കിട്ടുന്ന വാല്യൂസിൻ്റെ റേഷ്യോ ആക്കിയതാണ് ഇവിടെ കട്ട് ചെയ്ത് മാറ്റി, കോമൺ ടേംസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമുക്ക് 5:9 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, കട്ട് ചെയ്ത് മാറ്റിയ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ × 3 ആണ് ചെയ്യുന്നത്. 27 ആണ് ആദ്യം ഉണ്ടായത്, അത് 9 ആക്കി മാറ്റി 3 കൊണ്ട് കട്ട് ചെയ്തു. അപ്പം അതുപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് × 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15 ആണ് നമുക്ക് കിട്ടുക. അതായത് ആ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്ന വാല്യൂ 62 എന്ന് ആ ക്വസ്റ്റ്യൻ മാർക്ക് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടണം. അപ്പോൾ ആ വാല്യൂ എന്തായിരിക്കും? 62. അതായത് ഇങ്ങനെയാണുള്ളത്, 62 മൈനസ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്താൽ നമുക്ക് 15 കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്? 62 മൈനസ് 15, അതായത് 47 ആണ് വാല്യൂ കിട്ടുക. 47%. ഓപ്ഷൻ ഡി 47% ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. യെസ്, 47% ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എലിഗേഷൻ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നമുക്ക് നോക്കിയാൽ എ മിക്സ്ചർ ഓഫ് എ സെർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് വിത്ത് 16 ലിറ്റർ ഓഫ് വാട്ടർ ആണ്. അപ്പോൾ എ മിക്സ്ചർ ഓഫ് എ സെർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്, ഒരു മിക്സ്ചർ ഉണ്ട്, അതിൽ സെർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്തു? സെർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് ഒരു മിൽക്ക് ഉണ്ട്, അതിൽ 16% വാട്ടർ ആഡ് ചെയ്തു. 16% വാട്ടർ ആഡ് ചെയ്തു. അതിൻ്റെ വെർത്ത് എന്തായി? 90 rupees-ആയി വെർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എന്താ, പാലിൽ വെള്ളം ഒഴിച്ചാൽ നമുക്ക് എത്ര 90 rupees ആയെന്നാണ് പറയുന്നത്. പ്യുവർ മിൽക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എലിഗേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്താ, എല്ലാം സെയിം ഇപ്പോൾ എന്താ, പ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് മാത്രമാണ് നമ്മൾ എലിഗേഷൻ ചെയ്യേണ്ടത്. ഇനി വെയിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ വെയിറ്റ് മാത്രമാണ് നമ്മൾ എലിഗേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ 108 രൂപയുള്ള ഒരു സാധനം
പിന്നെ അതിലേക്ക് വെള്ളത്തിന് എത്രയാണോ റേറ്റ് അത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് 90 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മിൽക്ക് ഈസ് ദെയർ ഇൻ ദ മിക്സ്ചർ? അപ്പോൾ അതിൽ മിൽക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം. മിൽക്ക് വാട്ടർ നമ്മളിവിടെ ചെയ്യുന്ന പ്രൈസിൻ്റെ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്. പ്രൈസിൻ്റെ ഇതാണ് ചെയ്യുന്നത്. അതായത് എത്രയാണ് പ്യുവർ മിൽക്കിന് 108 രൂപയാണ്. വാട്ടറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതായത് മിൽക്കിൽ വെള്ളം ഒഴിച്ചു, അപ്പോൾ നമുക്ക് എത്രയാണ് 90 രൂപയായി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇങ്ങനത്തെ കേസിലൊക്കെ മിക്സ്ചറിൻ്റെ കേസിലൊക്കെ വാട്ടർ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ റേറ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താ വെള്ളം വീട്ടിൽ കിട്ടുന്ന വെള്ളമാണ്, അപ്പോൾ അത് 0 എന്ന് കൊടുക്കുക. അതിന് റേറ്റ് ഇല്ല, 0 ആണെന്ന് കൊടുക്കുക. ഇനി എവിടെയെങ്കിലും വെള്ളത്തിന് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ റേറ്റ് കൊടുക്കുക, അല്ലെങ്കിലൊക്കെ നമ്മൾ വാട്ടറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ ഈ രണ്ട് സാധനം കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ 90 റുപ്പീസ് കിട്ടുക. അപ്പോൾ അത് ഏത് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യണം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഏത് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യും? ഇത് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് മൈനസ് ചെയ്തു 18. നെക്സ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൈനസ് ചെയ്യേണ്ടത്, അപ്പോൾ എന്ത് കിട്ടും? 90. സോ റേഷ്യോ എന്ന് പറയുന്നത് 5:1 എന്ന് പറയുന്ന റേഷ്യോ കിട്ടി. അതായത് ഈ 90 റുപ്പീസ് കിട്ടണമെങ്കിൽ മിൽക്ക് എന്ന് പറയുന്ന 5 പാർട്ടും വാട്ടർ എന്ന് പറയുന്ന 1 പാർട്ടും ആയിരിക്കണം. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് 16 ലിറ്റർ ആണ്. അതായത് നമ്മൾ വെള്ളം ഒഴിച്ചത് 16 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ മിൽക്ക് എത്ര ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. വെള്ളം ഒഴിച്ചത് 16 ലിറ്റർ ആണ്. അതായത് ഈ 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16 ലിറ്റർ ആണ്. അങ്ങനെ ആണെങ്കിൽ എളുപ്പമല്ലേ, നമുക്ക് മിൽക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇൻറ്റു 16 ചെയ്താൽ മതി. എത്ര കിട്ടും? നമുക്ക് 80 ലിറ്റർ ആണെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആ മിക്സ്ചറിൽ ഫൈനൽ മിക്സ്ചറിൽ 80 ലിറ്റർ മിൽക്ക് ഉണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് 80 ലിറ്റർ മിൽക്കാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, സോ അപ്പോൾ അതും കൂടെ സെറ്റാണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ 2 പ്രൈസ് ആഡ് ചെയ്തു. ഏത് ക്വാണ്ടിറ്റി എത്ര നമ്മൾ കിട്ടിയത് എന്താണ്? അതിൻ്റെ വെയിറ്റ് ആണ്. എന്തുകൊണ്ടാണ് വെയിറ്റ് കിട്ടിയത്? പ്രൈസ് ഇൻറ്റു വെയിറ്റ് പ്ലസ് പ്രൈസ് ഇൻറ്റു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രൈസ് ഇൻറ്റു വെയിറ്റ്. അതാ ഇൻറ്റു ചെയ്തത് നമ്മൾ എന്താ വെയിറ്റ് ആണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തത് നമ്മൾ ആ വെയിറ്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. അതുകൊണ്ടാണ് ഫൈനൽ റേഷ്യോ വെയിറ്റ് ആയിട്ട് കിട്ടിയത്. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈ ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് സെറ്റ് ആവുമെന്ന് തോന്നുന്നു. എ മാൻ ട്രാവൽസ്, അപ്പോൾ അത് മിക്സ്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ അലിഗേഷൻ മറ്റു പല ടോപ്പിക്കിലും നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പറയാട്ടോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. എ മാൻ ട്രാവൽസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 1220 കിലോമീറ്റർ ഇൻ 18 അവേഴ്സ് കൊണ്ട്. അപ്പോൾ 1220 കിലോമീറ്റർ 18 അവേഴ്സ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നു. പാർഷ്യലി ഓൺ ഫുട്ട് ആൻഡ് അറ്റ് എ സ്പീഡ്. അപ്പോൾ നടക്കുന്ന എത്രയാണ്? 40 കിലോമീറ്റർ പെർ അവറിൽ നടക്കുന്നു സ്പീഡ്. അപ്പോൾ എന്നിട്ട് എന്തായി? ബാക്കി പാർഷ്യലി എന്ന് പറയുന്ന ബൈസൈക്കിളാണ്, 90 കിലോമീറ്റർ പെർ അവർ ആണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൺ ഫുട്ട്? അങ്ങനെയാണെങ്കിൽ നടന്നത് എത്ര ദൂരമാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സ്പീഡ്, അതായത് ഇവിടെ എന്താണ് ഇത് ബൈ ഫൂട്ടുള്ള സ്പീഡ് തന്നു നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. ബൈ ഫൂട്ട്, പിന്നെന്താ ബൈസൈക്കിൾ. ബൈ ഫൂട്ട് നിങ്ങൾക്ക് എത്രയാണ് സ്പീഡ് തന്നിട്ടുള്ളത്? അത് ക്വസ്റ്റ്യനിൽ തന്നു. ബൈ ഫൂട്ട് 40 ആണ് സ്പീഡ് തന്നിട്ടുള്ളത്. ബൈസൈക്കിളോ നിങ്ങൾക്ക് 90 ആണ് തന്നെ. അങ്ങനെ രണ്ട് രീതിയിലും പോയിട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ എന്താ എടുത്തിട്ടുള്ളത്? സ്പീഡാണ് എടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റിയൊക്കെ സെയിം ആണ്, സ്പീഡ്. അങ്ങനെ 2 രീതിയിലും പോയിട്ട് അയാൾ ടോട്ടൽ സ്പീഡ് എത്രയായിരിക്കും? ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് ഈ 2 രീതിയിൽ പോയിട്ട്, അതായത് അവിടെ നമ്മൾ മിക്സ് ചെയ്യുന്നതല്ലേ, കുറച്ച് ദൂരം അയാൾ നടന്നിട്ട് പോയി, കുറച്ച് ദൂരം സൈക്കിളിൽ പോയി. അപ്പോൾ രണ്ടും കൂട്ടിയാൽ അയാളുടെ ഇതെത്രയാണ്? രണ്ടും കൂട്ടിയാൽ 1220 കിലോമീറ്റർ 18 മണിക്കൂറിൽ പോയി എന്നാണ് പറയുന്നത്. രണ്ടും കൂട്ടിയാൽ 1200 കിലോമീറ്റർ 18 മണിക്കൂറിൽ പോയി. അത് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 610/9. ഇത്രയാണ് സ്പീഡ്. ആവറേജ് സ്പീഡ് ഇത്രയല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ ആവറേജ് സ്പീഡ് പോയി. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ അയാളുടെ ആവറേജ് ടോട്ടൽ ജേർണീൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് അലിഗേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ, ഇത് നമ്മുടെ സ്പീഡാണ്. സോ ഫൈനൽ റേഷ്യോ നമുക്കൊരു സംഭവം കിട്ടും. 2 കൂട്ടി പുതിയൊന്നുണ്ടായാൽ നമുക്ക് ഫൈനൽ അത് എലിഗേഷൻ ചെയ്ത ഒരു റേഷ്യോ കിട്ടും. അപ്പോൾ ആ റേഷ്യോ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യത്തത് ബൈ ഫുട്ട്, ഇത് സ്പീഡാണ്, ഇതും സ്പീഡാണ്. സോ
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യാം. അതായത് ബൈ ഫൂട്ട് ഉള്ള ഡിസ്റ്റൻസ് നമ്മൾ ശരിക്കും എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നടന്നിട്ട് എത്ര ദൂരം പോയി, അതായത് സ്പീഡ് ഇൻറ്റു ടൈം ചെയ്തു, നടന്നിട്ട് എത്ര ദൂരം പോയി എന്ന് കിട്ടി. ആദ്യത്തെ 40 ഇൻറ്റു ടൈം ചെയ്തു പ്ലസ് രണ്ടാമത്തെ സ്പീഡ്, അതായത് ആദ്യത്തെ 40 ഇൻറ്റു ടൈം ചെയ്തു, രണ്ടാമത്തെ നോക്കിയേ 90 ഇൻറ്റു ടൈം ചെയ്താൽ ഡിസ്റ്റൻസ് കിട്ടി. ഇവിടെ കിട്ടുന്ന ഡിസ്റ്റൻസ് പ്ലസ് ഇവിടെ കിട്ടുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആയില്ലേ. അതായത് എന്താണ്, നമുക്ക് എത്രയാണ് 610 ഇൻറ്റു ടോട്ടൽ ടൈം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് T1 പ്ലസ് T2. ഇതല്ലേ നമ്മൾ നേരത്തെ ആദ്യത്തേൽ ഞാൻ അലിഗേഷൻ്റെ കാര്യം പറഞ്ഞേ. അതായത് ഡിസ്റ്റൻസ് പ്ലസ് ഡിസ്റ്റൻസ് കൂട്ടിയാൽ നമുക്ക് ഫൈനൽ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് പ്ലസ് ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ്, അങ്ങനെയാണ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പീഡ് അറിയാം, നമുക്ക് അറിയാത്ത വാല്യൂ എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ ടൈം ആയിരിക്കും. നമ്മൾ ഏത് വാല്യൂ ആണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ടൈമിൻ്റെ റേഷ്യോ ആയിരിക്കും നമുക്കത് അലിഗേഷൻ ചെയ്താൽ കിട്ടുന്നത്. നോക്കിയേ, നടന്നിട്ട് പോയ ഡിസ്റ്റൻസ്, സൈക്കിളിൽ പോയ ഡിസ്റ്റൻസ്, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പോയ ഡിസ്റ്റൻസ്. അവിടെ നമ്മൾ എന്താ ടൈമാണ് മൾട്ടിപ്ലൈ ചെയ്തത്, ടൈമാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ള, അതിൻ്റെ റേഷ്യോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇത് നിങ്ങൾ അലിഗേഷൻ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ടൈമിൻ്റെ റേഷ്യോ ആയിരിക്കും. നടക്കാൻ എത്ര ടൈം എടുത്തു, അതുപോലെ ബൈക്ക് സൈക്കിളിൽ എത്ര ടൈം എടുത്തു, എത്ര ആ റേഷ്യോ ആയിരിക്കും കിട്ടുക. സോ ഡിനോമിനേറ്ററിൽ 9 വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 9 ഇടാം ഇൻറ്റു 9. സോ നമുക്ക് വാല്യൂസ് കിട്ടുന്ന എന്താണ്, ടോട്ടൽ 360. ഇത് 360 ആയിരിക്കും കിട്ടുക. ഇവിടെ 8, 10 അത് മൈനസ് ചെയ്താൽ മതി. ഡിനോമിനേറ്ററൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും, കാരണം 9 ആയതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. സോ 810 നിന്ന് 610 പോയാൽ 200 ആണെന്ന് കിട്ടും. 610 നിന്ന് 360 പോയാൽ 250 ആണെന്ന് കിട്ടും. സോ നമുക്ക് റേഷ്യോ എന്ന് പറയുന്നത് 4:5 എന്ന് പറയുന്ന റേഷ്യോയിൽ കിട്ടും. അതായത് ഇതെന്താണ്, ടൈമിൻ്റെ റേഷ്യോ, ടൈമാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക, കൺഫ്യൂഷൻ വേണ്ട. അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈമാണ്. അതായത് ഡിസ്റ്റൻസ് 2 ഡിസ്റ്റൻസ് കൂട്ടി ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. അപ്പോൾ ടൈം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ടൈം റേഷ്യോ വന്നു. ടൈം അലിഗേഷൻ ചെയ്യുമ്പോൾ ടൈമിൻ്റെ റേഷ്യോ ആണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ ടൈമിൻ്റെ റേഷ്യോ കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടൈമിൻ്റെ റേഷ്യോ കിട്ടി. അങ്ങനെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്ര കിട്ടി. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൺ ഫുട്ട്, നടന്നിട്ട് എത്ര ദൂരം പോയെന്നാണ് ചോദിക്കുന്നത്. നടക്കാനുള്ള സ്പീഡ് നമുക്കറിയാം എത്രയാണ്, 40. നടക്കാനുള്ള ടൈം ആക്ച്വൽ കിട്ടിയാൽ നമുക്ക് ആൻസറായി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. നടക്കാനുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, ടൈം എന്ന് പറയുന്നത് 40 ആണ്. സോ ഇനി നടക്കാനുള്ള ടൈം എത്ര ആക്ച്വലി കിട്ടിയാൽ നമുക്ക് ആൻസറായി. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് 4 യൂണിറ്റും 5 യൂണിറ്റും ടോട്ടൽ ടൈം എത്രയാണെന്ന് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നു. എത്രയാണ്, 18 hours ആണ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ടോട്ടൽ ടൈം 18 hours അല്ലേ. സോ 4 യൂണിറ്റും 5 യൂണിറ്റും, അതായത് നടക്കാൻ 4 യൂണിറ്റ്, സൈക്കിളിൽ 5 യൂണിറ്റ്, ടോട്ടൽ 9 യൂണിറ്റ് ടൈമാണ് എടുത്തത്. അതെന്ന് പറയുന്നത് 18 hours ആണ്. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 2 hours ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള നമുക്ക് സൈക്കിളിൽ പോകാനെടുത്ത 4 യൂണിറ്റ് എന്ന് പറയുന്നത് 8 hours ആണ്. 8 hours ആണ് നടക്കാനെടുത്തത്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് 40 ആണ്. 40 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 320 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് അലിഗേഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് 320 ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അലിഗേഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാട്ടോ, എന്നിട്ട് ചോദിക്കുക. മാത്സ് ബൈ ഹരി എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. മാത്സ് ബൈ ഹരി എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡൗട്ടുള്ളതൊക്കെ അവിടെ ചോദിക്കുക കേട്ടോ. മാത്സ് ബൈ ഹരി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അലിഗേഷൻ്റെ ബേസിക് റൂളും കാര്യങ്ങളും. എന്തുകൊണ്ടാണ് ആ റേഷ്യോ, ഫൈനൽ റേഷ്യോ, ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ വന്ന ടൈം വന്നു, ആദ്യത്തേൽ വെയിറ്റ് വന്നു, എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായാലും ഒന്നുകൂടെ നോക്കാട്ടെന്ന്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ ഇതുപോലത്തെ ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ഈ അലിഗേഷനൊക്കെ പല ടോപ്പിക്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലത്തേക്ക് നമുക്ക് വഴിയെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനി ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ഉള്ളത് അതൊക്കെ പറയാം കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ആൾക്കാർ പറഞ്ഞാണ് അലിഗേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അലിഗേഷൻ ചെയ്തത്.
അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഏരിയ ടോപ്പിക്ക് അതൊക്കെ നിങ്ങൾ പറയാം, നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കാം. ഇപ്പോൾ എലിഗേഷൻ്റെ റൂളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.